ഗാഗുൽത്തായിലെ അതുല്യ ശില്പമേ, നമിക്കുന്നു നിന്നെ, സ്തുതിക്കുന്നു. നിൻ മനോഹര ലാവണ്യമൊഴികളിൽ നീ നരർക്കേകിയ നന്മകളും മായുകില്ല, മറയുകില്ല. വാനവും ഭൂമിയും മാറിടിലും ഗാഗുൽത്തായിലെ അതുല്യ ശില്പമേ, നമിക്കുന്നു നിന്നെ, സ്തുതിക്കുന്നു. കർത്താവിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 62 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയും ആകുന്നു, എൻ്റെ ഗോപുരവും അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ. വളരെ മനോഹരമായ ദൂത് നമുക്ക് കേൾക്കാൻ ദൈവം സഹായിക്കുന്നു. ഓർത്തു സ്തോത്രം. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. നമ്മളെ ആര് സഹായിക്കും, ആര് രക്ഷിക്കും? ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നൊരു അനുഭവങ്ങൾ ഇതാ, ആരായിരിക്കും എന്നെ ഒന്ന് സഹായിക്കുന്നത്? ആർക്കെന്നെ സഹായിക്കാൻ പറ്റും? യേശുവേ സ്തോത്രം. പല വിധത്തിലുള്ള പ്രശ്നങ്ങളുടെ പ്രയാസങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ, ഓരോ ദിവസവും കടന്നു പോകുന്ന അനുഭവങ്ങൾ ഓർത്താൽ എത്ര നെഞ്ചുരുകുന്ന അനുഭവങ്ങളാണ്. നമ്മളൊക്കെ ചിന്തിക്കൂലോ, എന്നെ ആര് സഹായിക്കും? ആർക്കാണ് എന്നെ രക്ഷിക്കാൻ പറ്റുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചന ഭാഗത്തിലേക്ക് നോക്കിയാൽ എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. വേറെ എങ്ങോട്ടും നോക്കുന്നില്ല, വേറെ ആരെ സഹായത്തിന് വേണ്ടി നോക്കുന്നില്ല. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. ആമേൻ. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു, എൻ്റെ ഗോപുരവും അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങുകയില്ല. കുലുങ്ങിപ്പോകാം, വീണു പോകാം, തളർന്നു പോകാം, വാടിപ്പോകാം. ജീവിതത്തിലെ ഓരോരോ പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവമക്കളെ, നമ്മളെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാത വിട്ട് നമുക്ക് എങ്ങുമില്ല, എങ്ങോട്ടും ഓടിപ്പോകാനില്ല. എൻ്റെ കർത്താവ് നമ്മളെ ഏറ്റവും അനുഗ്രഹിക്കുന്നത് ഓർത്ത് സ്തോത്രം. സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെയുള്ളത് ഓർത്ത് സ്തോത്രം. രക്ഷകനായ ദൈവത്തിൻ്റെ സന്നിധി വലിയൊരു സാക്ഷിയായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ എല്ലാവരെയും. ഇന്ന് എത്രത്തോളം സങ്കടത്തിലാണ് ഇന്ന് ഈ വചനത്തിൻ്റെ മുമ്പിലിരിക്കുന്നത്. സങ്കടം ഏതുമായിരിക്കട്ടെ, നമ്മുടെ ഉള്ളത്തെ അറിയുന്നൊരു ദൈവമുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കുള്ള രക്ഷ കർത്താവിൻ്റെ സന്നിധി മാത്രമാണ്. നമുക്കിനി അവങ്കിലേക്കൊന്ന് നോക്കിക്കൊണ്ട് ഉള്ളം ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് സമാധാനം തരും. കർത്താവ് നമുക്ക് നമ്മൾ നേരിട്ട പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തരം തരും. ദൈവമക്കളെ, അവങ്കിലേക്ക് നോക്കിയാലും ഒരു നാളും ലജിച്ചു പോയിട്ടില്ല. ആമേൻ, ദൈവത്തിന് സ്തോത്ര. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വിളി കേട്ടവരും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അത്ഭുതമേറിയ ദർശനങ്ങൾ കണ്ടവരും എല്ലാവരും കർത്താവിൻ്റെ വിളി കേട്ടിറങ്ങി എല്ലാവരുടെയും ജീവിതത്തിൽ പൂർവ്വപിതാക്കന്മാർ മുതൽ അപ്പോസ്തലന്മാർ വരെ നമ്മൾ നോക്കിയാൽ ദൈവമക്കളെ, പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഒരുപാട് കഷ്ടതയുടെ നടുവിലൂടെ കടന്നുപോയ സാഹചര്യങ്ങൾ നമുക്ക് കേൾക്കാനും കാണാനും ഉള്ളൂ. എന്നാൽ കർത്താവിൻ്റെ കരം ഒരിക്കലും നമ്മളെ വിട്ട് മാറത്തില്ല. നമ്മൾ നോക്കിക്കേ, പൂർവ്വപിതാക്കന്മാരെ നടത്തിയ വഴികളെയൊക്കെ നോർത്താൽ, അപ്പോസ്തലന്മാരെ നടത്തിയ വഴികളെയൊക്കെ നോർത്താൽ, അന്ന് പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമക്കളെ. നമ്മുടെ വിശ്വാസം വലുതായിരിക്കട്ടെ, കുലുങ്ങിപ്പോകുകയില്ലെന്നൊരു ഉറപ്പ് നമുക്കുണ്ടാകട്ടെ. ആമേൻ. എന്തൊക്കെ വന്നാലും ഞാൻ കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്നുള്ള ആ പാട്ടിൻ്റെ വരികളെ ഓർത്തുപോയി ഞാൻ ഈ സമയത്ത്. അതേ ദൈവമക്കളെ, എന്ത് സംഭവിച്ചു കർത്താവിൻ്റെ വിളി കേട്ടിറങ്ങിയതാണെങ്കിൽ, കർത്താവിന് വേണ്ടി ഇറങ്ങിയതാണെങ്കിൽ ദൈവമക്കളെ, കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല. പ്രശ്നങ്ങളുടെ നടുവിലൂടെ വിശ്വാസികൾ പോയതൊക്കെ നമ്മളൊന്ന് ഓർത്ത് നോക്കുക. മുൻപിൽ കണ്ട ചെങ്കടൽ അസാധ്യമല്ല ദൈവമക്കളെ. വിശ്വാസിക്ക് എത്ര മഹത്വത്തോടെ സാക്ഷി പറയാനുള്ള അവസരങ്ങളാണ്. തലമുറകളായിട്ടിങ്ങനെ സാക്ഷ്യം പറയല്ലേ. ചെങ്കടലിനെ ദൈവം മാറ്റിയില്ല, പക്ഷെ ചെങ്കടലിൻ്റെ നടുവിലൂടെ ഒരു വഴി ദൈവം തമ്പുരാൻ തുറന്നു കൊടുത്തില്ലേ. ചെറിയ കാര്യങ്ങളാണോ അന്ന് പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കും. എത്ര സങ്കടത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏത് രോഗാവസ്ഥയിലിരിക്കുന്നുവെങ്കിലും വിശ്വാസത്തിൽ കർത്താവിനെ ഉള്ള മുഴുവനും തുറന്നു കൊടുത്തുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം തരും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്.
ആമേ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ. കർത്താവേ, എത്രമാത്രം സങ്കടത്തിലും എത്ര രോഗാവസ്ഥയിലും ഒറ്റപ്പെട്ട അനുഭവത്തിലും കർത്താവേ, ഒരു ദിവസം പോയിട്ട് ഒരു നിമിഷം പോലും ഇനി മുമ്പോട്ട് എങ്ങനെ പോകുമെന്ന് ആദികേറിയിരിക്കുന്ന മക്കളെയും ഈ സമയത്ത് ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിക്കുക. യേശുവേ, ദാവീദ് പുത്ര, അവിടുന്ന് കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന പൊന്നു കർത്താവ് അത്ഭുതം ചെയ്യണമേ. നിറഞ്ഞൊരു സാക്ഷിക്ക് കർത്താവ് ഒരുക്കണേ. സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഇരിക്കണമേ. കർത്താവേ, നിന്റെ മക്കൾ നേരിടുന്ന ഏത് പ്രശ്നമാണോ ആ പ്രശ്നത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ വിഷയത്തെ കർത്താവ് ഒന്ന് സ്പർശിക്കണമേ. 1-ാം നൂറ്റാണ്ടിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ അതിമഹത്തായ കൃപ ഇന്നും നിന്റെ മക്കളുടെ ജീവിതത്തിൽ കാണുവാനിടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ സ്തോത്രം.